ചെറുപ്പം മുതലേ കേൾക്കണതാണ് ഈ ഫുൾ എ പ്ലസ് 10th SSLC. നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ സൈറ്റ് എല്ലാം ബ്ലോക്ക് ആയിരിക്കും. കാരണം ഇപ്പോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ എൻ്റെ രജിസ്റ്റർ നമ്പർ കൊടുത്തു, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. സബ്മിറ്റ് അമർത്തിയപ്പോൾ വന്നു. ഒരു മോട്ടിവേഷൻ ഇല്ലാണ്ടായി. ആ ഒരു മൂമെന്റ്, ആ ഒരു ആരും പറഞ്ഞില്ല ക്വസ്റ്റ്യൻ പേപ്പർ ടഫാക്കുന്നുള്ളത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശീതള, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ എൻ്റെ SSLC റിസൾട്ട് വന്നു ഇന്നലെ മെയ് 15. അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്താണ് റിസൾട്ട്, അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട് എന്താണ്, എങ്ങനെയാണ് ഞാൻ പഠിച്ചത്, ഇനി എന്താണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ടിടാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയും നെക്സ്റ്റ് ഇയർ 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്ക് എന്തായാലും നല്ലൊരു ടെൻഷൻ ഉണ്ടാവും, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ റിസൾട്ടിൻ്റെ റിയാക്ഷൻ വീഡിയോ എന്ന് പറയാൻ വേണ്ടി ഞാൻ എടുത്തില്ല, കാരണം റിസൾട്ട് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്താണിപ്പോൾ റിസൾട്ട് എന്ന് അറിയാണ്ട് നമ്മളൊരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സംഭവം സോൾവ് ആയില്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ എക്സാംസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, SSLC എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആദ്യമായിട്ട് എഴുതുന്ന കാരണം ഭയങ്കര കുറേ കാര്യങ്ങൾ ഈ SSLC ഒരു ജേണിയിലൂടെ മനസ്സിലായിരുന്നു എനിക്ക് പറയാം. കാരണം കുറേ പുതിയ പുതിയ കാര്യങ്ങളാണ്. കാരണം ഇത്രയധികം എക്സാം എഴുതണം തന്നെ ആദ്യമായിട്ടാണ്. പ്രീ മോഡൽ സീരീസ്, പ്രീ മോഡൽ, മോഡൽ, പിന്നെ SSLC. അതിനു മുമ്പുള്ള യൂണിറ്റ് ടെസ്റ്റുകൾ, ക്രിസ്മസ് എക്സാം, ഓണം എക്സാം, മിഡ് ടേം എക്സാംസ്, അങ്ങനെ എത്രയോ എക്സാം ഞാൻ എഴുതി. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ എക്സാംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പൊതുവേ എല്ലാവരോടും ഇങ്ങനെ പറയാറ് കുഴപ്പമുണ്ടായിരുന്നില്ല, അങ്ങനെ ഇറങ്ങിയ വഴിക്കും പറയാം. കാരണം എനിക്കും അറിയില്ല എങ്ങനെയാണ് എത്ര മാർക്ക് കിട്ടുമെന്നൊന്നും നമുക്ക് ഫുള്ളി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ടഫായിട്ട് തോന്നിയ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും സോഷ്യൽ എക്സാം ആയിരുന്നു. കാരണം സോഷ്യൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ സോഷ്യലിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഇങ്ങനെ A+ പോവാറുണ്ട്, അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് എപ്പോഴും പറയാറുണ്ട്. 80 മാർക്കിലാണല്ലോ സോഷ്യൽ. അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സാധാ എക്സാംസിലെല്ലാം 80/80 അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത്രയും ഇഷ്ടമുള്ള സബ്ജക്റ്റ്, കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമാണ് സോഷ്യലിൽ. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, എത്ര തന്നെ ടഫായാലും എത്ര തന്നെ ടഫാവും എന്ന് വിചാരിക്കും. പക്ഷേ ആരും പറഞ്ഞില്ല ക്വസ്റ്റ്യൻ പേപ്പർ ടഫാക്കുന്നുള്ളത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചപ്പോൾ ഓക്കെ കുഴപ്പമുണ്ടാവില്ല എന്നൊരു പ്രതീക്ഷിച്ച് പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ടഫാവുമ്പോൾ ആ എക്സാം ഹാളിൽ ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് ഭയങ്കര, അത് ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ആ പേപ്പർ കണ്ടപ്പോൾ ഉണ്ടായിരുന്നൊരു റിയാക്ഷൻ. ഹിസ്റ്ററിയും ജോഗ്രഫിയും ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ. അപ്പോൾ 4 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഓവർവെൽമിങ് ആയിട്ട് തോന്നും. അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഭയങ്കര എൻലെസ് ആയിട്ട് തോന്നി. 9th വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോഷ്യൽ ടഫാണ്, പക്ഷേ കുറേ ഉണ്ട്, ഭയങ്കര വാസ്റ്റാണ്, അത് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 9th വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിട്ടാണ് തോന്നിയത്. കാരണം കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഹിമാലയമാണ്. അപ്പോൾ ഹിമാലയത്തിലെ കുറേ ഡിവിഷൻസും എലവേഷൻ, അവിടുത്തെ ലൈഫ്, കുറേ സാധനം, അതും ഹിമാലയം തന്നെ ഇത്രയും വലിയ ഹിമാലയം, അതിലിങ്ങനെ ഓരോ സെക്ഷനാക്കി തിരിച്ച ഹിമാലയം പഠിച്ചു വരുമ്പോൾ തന്നെ, അതും ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ അത് പഠിച്ചു വരുമ്പോൾ തന്നെ ഒരു വഴിയാവും. 9th എനിക്ക് മാർക്സ് ഇതേപോലെ തന്നെയായിരുന്നു, 80/80 ആ ഒരു ഇതിലുണ്ടായിരുന്നു. 10th വെച്ച് നോക്കുകയാണെങ്കിൽ 9th ഈസി ആയിരുന്നു. പക്ഷേ ഇതുപോലെ എക്സാം ടഫാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എനിക്ക് ടഫായി തോന്നിയത് ഫിസിക്സ്. എനിക്ക് ടഫായിരുന്നു കേട്ടോ. ഭയങ്കര സോഷ്യലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നും ടഫായിരുന്നില്ല. കാരണം ഫിസിക്സ് ആയിരുന്നു ആദ്യം എക്സാം, അത് കഴിഞ്ഞിട്ടായിരുന്നു സോഷ്യൽ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഫിസിക്സ് തന്നെ ടഫായപ്പോൾ എനിക്ക് ആകെ ഒരു ഇതായി. പക്ഷേ സോഷ്യൽ ടഫായപ്പോൾ പിന്നെ അതിനും പേടിയായി. ഇനിയിപ്പോൾ ബാക്കി ലാസ്റ്റ് ബയോളജി ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ബയോളജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ബയോളജിന് ടഫാവും, അതൊക്കെയായിരുന്നു സംശയം. ഞാൻ സംസ്കൃതമാണ്. പേപ്പർ ടഫാണ്, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ മാറിയ കാരണം ഭയങ്കര നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഏതൊരു കുട്ടിക്കും കിട്ടണതായിട്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അങ്ങനെ അപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ ഇവാലുവേഷൻ ടഫാക്കി,
A+ കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ ഒരു ന്യൂസ് വന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലായി. ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ സിലബസ് തന്നെ മാറ്റി. 9th സിലബസ് ആദ്യമായിട്ട് മാറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ 10th സിലബസ് മാറ്റി. അത് ഞാൻ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു +1 സിലബസ് മാറ്റിയാണ്. ഇപ്പോൾ പക്ഷേ സാധാ പോലെ തന്നെയാണെന്നാണ് പറയണേ. അപ്പോൾ 10th സിലബസ് മാറ്റിയ കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അത് കാരണമുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും വരുമെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരിതുണ്ട്. അല്ലാണ്ട് PYQ ഇല്ലാത്ത കാരണം അത്രയും ബുദ്ധിമുട്ടായെന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SCRTയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓണത്തിന് മുമ്പ് ഒരു 3 സെറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട്, അതായത് മോഡൽ എക്സാമിന് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഡിസംബറിൽ വന്നിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ അതും ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള കാരണം PYQ ഇല്ലാത്തതിൻ്റെ അത്ര വലിയതൊന്നും ഇല്ലെങ്കിലും എന്നാലും ഉണ്ടായിരുന്നു. കാരണം ഉറപ്പൊന്നുമില്ല ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നു. പിന്നെ പ്രഷറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ SSLC എന്ന് പറഞ്ഞാൽ പൊതുവേ ഭയങ്കര എല്ലാവരും എല്ലാ സൈഡിൽ നിന്നും പ്രഷർ ചെയ്യുന്ന ഒരു ടൈമാണ്. കാരണം ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവരും ഇങ്ങനെ എന്തായാലും ഫുൾ A+ കിട്ടണം. കാരണം അങ്ങനെ ഒരു പ്രഷർ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അത് കാരണം അതിൻ്റെതായ കുറേ സംഭവങ്ങൾ നമുക്കും ഉണ്ടായിരുന്നു. നമുക്കും കുറേ സമയത്ത് മോട്ടിവേഷൻ ഇല്ലാണ്ടായി, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എല്ലാവരും പറയണില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. അതിന്നൊക്കെ കരകയറി വന്നു എന്ന് വേണം പറയാൻ. അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ ആ ഒരു മോട്ടിവേഷൻ കീപ്പ് ചെയ്ത് പോയി. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ മാർച്ച് മാസം മുഴുവനാണ് ഈ പറഞ്ഞ SSLC എക്സാം. ഇപ്പോൾ ഈ നീറ്റ് JEE അങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെങ്കിൽ അത് ഒരു ദിവസമാണല്ലോ ആ എക്സാം. അപ്പോൾ ആ ഒരു ദിവസമായ കാരണം ആ ഒരു ദിവസത്തോടു കൂടി അത് കഴിഞ്ഞു. അതായത് അത് എഴുതാൻ പോയി കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാർച്ച് മാസം മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ എക്സാംസാണ്. അപ്പോൾ നമുക്ക് ഒരു ടൈം ആകുമ്പോഴേക്കും അത്യാവശ്യം ഒരു 3/4 ഭാഗം എക്സാംസോളം തീരുമ്പോൾ നമുക്ക് ഇത്തിരി ടയർഡ്നെസ് തോന്നും. ഞാനതൊന്നും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാന്ന് തന്നെ വിചാരിച്ചത്. ഒരു ടൈം ആയപ്പോഴേക്കും ഈ സോഷ്യലിൻ്റെ ടൈം, അതായത് ഏറ്റവും ലാസ്റ്റ് 2 എക്സാം എന്തായിരുന്നു, സോഷ്യലും ബയോളജിയും എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിന് ആ ഒരു ടൈം ആയപ്പോഴേക്കും നമുക്ക് ഒരു മോട്ടിവേഷൻ ഇല്ലാണ്ടായി. കാരണം കുറേ കാലം ഇത് ഭയങ്കര പ്രഷറിൽ എഴുതുന്നു. അപ്പോൾ ഇനി എഴുതണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ ഇല്ലാണ്ടാവും. പക്ഷേ എന്നാലും പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഡിറ്റർമിനേഷനോടുകൂടി ഞങ്ങൾ പഠിച്ചു. അതാണ് ആ ഒരു ഹൈലൈറ്റ്. ഇനി റിസൾട്ട് ഡേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല ഞാൻ പറയാം. കാരണം അത്രയും ടെൻഷൻ അടിച്ച് അങ്ങോട്ട് നടക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എന്നാലും മനസ്സിലിങ്ങനെ ഉണ്ട്, എന്താവോ എന്നുള്ളൊരു ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തലേ ദിവസമൊന്നും അത്ര ടെൻഷനൊന്നുമില്ല. എന്നാലും ഇങ്ങനെ ഫ്രണ്ട്സിനോട് സംസാരിക്കും. ഫ്രണ്ട്സൊക്കെയാണ് ആ സമയത്ത് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുക. കാരണം അവർക്ക് സ്ട്രെസ് ഉണ്ടെന്ന് മനസ്സിലാവും, നമുക്കും ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് കളിക്കും. അതൊക്കെയാണ് പരിപാടി. റിസൾട്ട് ഡേ എന്ന് പറയുകയാണെങ്കിൽ 3 മണിക്കായിരുന്നു പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. പ്രസ് മീറ്റ് 3 മണിക്കായതുകൊണ്ട് ഒരു 3:30 ടൈമിലായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക എന്ന് മനസ്സിലായി. ടോട്ടൽ അവരിങ്ങനെ പറയും, അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു 3:30 ടൈമിലായിരിക്കും എന്ന് മനസ്സിലായി. അപ്പോൾ പ്രസ് മീറ്റ് ഇങ്ങനെ ഫോണിൽ കണ്ടു. അപ്പോൾ കുറേ ലൈവൊക്കെ കണ്ടു. അപ്പോഴാണ് ഞാൻ ആദ്യം തന്നെ 3 മണിക്ക് തന്നെ വെച്ചില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാണണ്ടല്ലോ 3:30 നമ്മളെ റിസൾട്ട് നോക്കിയാൽ പോരെ എന്നുള്ള രീതിയിലാണ് നിൽക്കണേ. എന്നാലും ഭ്രാന്തായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് നോക്കും. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ വർഷം SSLCക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം 61,000 അത്രയാണ്. 61,000 സംതിങ് 60,000 ആ ഒരു അത്രയും എമൗണ്ട് ഉണ്ട്. പക്ഷേ സാധാരണ ഫ്രീക്വൻസി, അതായത് ഓരോ ഇയറും ഡിഫറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10,000 എങ്ങനെ പോയാലും കുറയാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ A+ കുറയ്ക്കും എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ, എന്നാൽ റിസൾട്ട് വന്നാലേ അറിയുള്ളൂ എത്ര പേർക്ക് ഉണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ റിസൾട്ട് വന്നാലേ. അപ്പോൾ റിസൾട്ട് ഇങ്ങനെ അവർ പ്രഖ്യാപിക്കുമ്പോഴാണ് ആ മാം പറഞ്ഞത് പ്രാവശ്യം 30,000-ഓളം A+കളാണ് ഫുൾ A+ കിട്ടിയ കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഇതായി. കാരണം 61,000 നിന്ന് 30,000 കുറഞ്ഞെന്ന് വെച്ചാൽ പകുതി കുറഞ്ഞു. അപ്പം തന്നെ ഒരുവിധം നമുക്ക് മനസ്സിലാവും ഉണ്ടായാൽ ഭാഗ്യം എന്നുള്ളൊരു സംഭവമായി. 9,000 സംതിങ് ആൺകുട്ടികൾക്ക് ഫുൾ A+, 20,000 സംതിങ്
പെൺകുട്ടികൾക്ക് A+. അതും ഞാൻ കേട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് 3:30 ആ ഒരു ടൈമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ സൈറ്റ് എല്ലാം ബ്ലോക്ക് ആയിരിക്കും, കാരണം എത്ര അധികം ആൾക്കാർ വരണത്, അപ്പോൾ സൈറ്റ് ബ്ലോക്ക് ആയിരിക്കും, എന്തായാലും ഇപ്പം എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ. അപ്പോൾ ഒരു വാട്സപ്പ് നമ്പർ ടീച്ചർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ റിസൾട്ട് എന്നൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും കിട്ടും, അങ്ങനെയും ത്രൂ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഞങ്ങൾ ആദ്യം നോക്കിയത്. അങ്ങനെ നോക്കുമ്പോൾ പക്ഷേ വാട്സപ്പിൽ എനിക്ക് കിട്ടിയില്ല. 2-3 പ്രാവശ്യം വെറുതെ അയച്ചു നോക്കി, പക്ഷെ അങ്ങനെ ഒന്നും വരണില്ല, തിരിച്ച് റെസ്പോൺസ് വരണില്ല. അതെന്താണ്, എന്തെങ്കിലും ഗ്ലിച്ച് എന്തെങ്കിലും ആയിരിക്കും, ആ സമയത്ത് അത്രയും ആൾക്കാർ എടുക്കണതല്ലേ. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ലൈവൊക്കെ കാണുമ്പോൾ അടിയിൽ ഇങ്ങനെ എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. 3:30 ആയിട്ടുള്ളൂ, കറക്റ്റ് 3:30 അപ്പോൾ ഞാനിങ്ങനെ എന്നാൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് ഞാൻ അങ്ങനെ വെറുതെ നോക്കി. അപ്പോൾ എനിക്ക് പേടിയാണ്, എനിക്ക് കിട്ടുന്ന റിസൾട്ട് ഇപ്പോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ എൻ്റെ രജിസ്റ്റർ നമ്പർ കൊടുത്തു, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് സബ്മിറ്റ് അമർത്തിയപ്പോൾ വന്നു. ഞാൻ ഈശ്വര ഇപ്പം തന്നെ വന്നു ആ ഒരു സംഭവം വരുന്നത്. ഞാനിങ്ങനെ പതുക്കല്ലേ വരുള്ളൂ, കുഴപ്പമില്ല, നല്ല രീതിയിൽ അടിച്ച് നോക്കാം, എന്നിട്ട് കുട്ടുമുഴിന്നാ വന്നു. അപ്പോൾ എനിക്ക് പേടി, ഞാൻ അങ്ങനെ പെട്ടെന്ന് നോക്കി. അപ്പോൾ 10 സബ്ജക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ നീണ്ട ലിസ്റ്റായ കാരണം എല്ലാത്തിലും ഇങ്ങനെ നോക്കണം. അതിപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു സൈറ്റ് തന്നെ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ ഒരു നീല കളറിലായിരുന്നു, ഈ വർഷം അങ്ങനെ ബോക്സ് ആയിട്ട് അങ്ങനെ ഗ്രേഡ് മാത്രം ഒക്കെ വെള്ള കളറായിട്ട് അങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിരുന്നു. അപ്പോൾ കൈറ്റിൻ്റെ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഫുൾ A+. ആ ഒരു മൂമെൻറ്റ്, ആ ഒരു റിസൾട്ട് കിട്ടിയ ഒരു മൂമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തെ കഷ്ടപ്പാടാണ്. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കണതാണ് ഈ ഫുൾ A+, 10th, SSLC ഇതൊക്കെ കേൾക്കണതാണ്. അപ്പോൾ ഫുൾ A+ കിട്ടിയെന്ന് പറയുമ്പോൾ ഉള്ള സന്തോഷം അത്രയും അത്രയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫുൾ A+ കിട്ടി, അതായിരുന്നു എൻ്റെ റിയാക്ഷൻ. അങ്ങനെ അമ്മയും അച്ഛനൊക്കെ അറിഞ്ഞു, അവരോടൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവർക്കും അതിന് സന്തോഷമായി. ഉണ്ടായിരുന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണിന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നിട്ട് ഞാനിങ്ങനെ ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ, എൻ്റെ തെറ്റിപ്പോയി, എൻ്റെ തന്നെയാണോ എന്നൊക്കെ അങ്ങനെ ഒരു ഇതിലായിരുന്നു. അങ്ങനെ അത്രയും സന്തോഷം. കാരണം ഭയങ്കര അൺറിയലായിട്ട് 2-3 മണിക്കൂർ ഇങ്ങനെ ഒരു അൺറിയൽ ഇത് ശരിക്കും ഉണ്ടായതാണോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്ത് തുടങ്ങി. നമ്മളിങ്ങനെ ഓൾറെഡി കുറേ റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ 3:30 മണിക്ക് എനിക്കൊരു റിലേറ്റീവ് എൻ്റെ അടുത്ത് ചോദിച്ചു റിസൾട്ട് വന്നു എന്ന്. അപ്പോൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്താണ് എവിടെ റിസൾട്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ 3:30 തന്നെ വന്നപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുത്തു, ഇങ്ങനെ ഇന്നതാണ് റിസൾട്ട് പറഞ്ഞിട്ട് ടീച്ചേഴ്സും കാര്യങ്ങൾക്കൊക്കെ എന്തായാലും അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അയച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ കൺഗ്രാജുലേഷൻസിൻ്റെ ഒരു വലിയൊരു ഇതാണ്, കൺഗ്രാജുലേഷൻ. അപ്പോൾ നമ്മൾ താങ്ക് യു ഇതായിരുന്നു പിന്നെ അങ്ങോട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ റിസൾട്ട് വന്നിട്ട് ഇപ്പോൾ എങ്ങാനും ഫുൾ A+ ഉണ്ടെങ്കിൽ എന്താണ് എല്ലാവരും വിളിക്കും, പെട്ടെന്ന് എല്ലാവരും വിളിച്ചിട്ട് എന്താ കിട്ടിയോ അങ്ങനെ ആ ഒരു ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അങ്ങനെ ആരും വിളിക്കണമൊന്നുമില്ല, എല്ലാവരും ഓക്കെ കൺഗ്രാജുലേഷൻസ് അങ്ങനെ ഒരു രീതിയിലായിരുന്നു. അതൊരു എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെ അധികം പേരൊന്നും തന്നെ വിളിച്ചിട്ടില്ല, എല്ലാവരും വാട്സപ്പ് കൂടെ തന്നെയാണ് എനിക്ക് കൺഗ്രാജുലേഷൻ അയച്ചതുമെല്ലാം. അപ്പോഴാണ് അറിയണത് എൻ്റെ സ്കൂളിൽ എനിക്ക് 70 അതിന് മുകളിൽ A+, ഫുൾ A+കൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇതുപോലെ A+ കുറഞ്ഞ കാരണം ഞങ്ങളുടെ സ്കൂളിൽ 35 ഫുൾ A+ ആണ് ഉണ്ടായിരുന്നത്. അതും അറിഞ്ഞപ്പോൾ ഷോക്കായി, കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഇത്രയും കാലം നമ്മൾ പറയണത് 70-നേക്കാട്ടിലും മുകളിൽ നിങ്ങളുടെ ബാച്ച് പോവും, അങ്ങനെ ഒരു ഇതിലല്ലേ നമ്മൾ വിശ്വസിച്ച് നടക്കുക. അപ്പോൾ 35 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കുറഞ്ഞു. അതായിരുന്നു മെയിൻലി റിസൾട്ട്സിൻ്റെ ആ ഒരു ദിവസം ഉണ്ടായിരുന്നത്. അതിൻ്റെ ആഘോഷമാണ് അങ്ങോട്ട് പിന്നെ കുറേ ഫുഡ് കഴിക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കല അത്രയൊന്നും ഇല്ല. എന്നാലും എനിക്ക് എൻ്റെ ചേട്ടൻ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ്, അതായത് മറ്റേ ചിക്കൻ ചീസൊക്കെ ഇട്ടിട്ട്, അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് കിട്ടണില്ല ആ സംഭവം, അത് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കേക്ക് മുറിച്ചു, പിന്നെ അങ്ങനെ വേറെ ഒന്നുമില്ല, അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞു, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത്
ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ വന്നിട്ടുണ്ടോ എന്താണ് സംഭവം, ഇന്ന് വരുമോ നാളെ വരുമോ ഒന്നും അറിയില്ല. അപ്പം എന്തായാലും പേപ്പറിൽ വരാറുണ്ട് നോർമലി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇന്നത്തെ മലയാള മനോരമയുടെ പേപ്പറാണ്. യെസ്, ഇങ്ങനെ പേപ്പറിൽ എൻ്റെ ആദ്യമായിട്ടാണ് പേപ്പറിൽ ഫോട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അലോട്ട്മെൻറ്റ് 25-ാം തീയതിയാണ് മെയ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയം ഇനി അടുത്ത സ്ട്രീം എന്താണ് അതൊക്കെ നോക്കണം, ഏത് സ്കൂള് വേണം, ഇനി +1 ലൈഫ് എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, എന്താണ് കരിയർ എടുക്കേണ്ടത്, ഇതൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഈ 2 മാസം എന്ന് പറഞ്ഞാൽ. കാരണം എനിക്കങ്ങനെ ചൈൽഡ്ഹുഡ് മുതൽ ഇങ്ങനെ എനിക്ക് ഡോക്ടർ ആവണം അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് ചിന്തിക്കണത് ഇനി എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ സ്ട്രീമൊക്കെ ഞാൻ നോക്കുന്നു. ഞാൻ കുറേ റിസർച്ച് ചെയ്യുന്നുണ്ട് എല്ലാ സ്ട്രീംസിനെ കുറിച്ചും. അപ്പോൾ ആദ്യം കോമേഴ്സ് എടുക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മാറ്റി, പിന്നെ സയൻസ് എടുക്കണം എന്നാക്കി. ഇപ്പോൾ സയൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് എടുക്കേണ്ടതെന്ന് അങ്ങനെ ഫുള്ള് തീരുമാനമായിട്ടില്ല, ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വഴിയെ ഞാൻ പറയാം. SSLC ഡിഫിക്കൾട്ടാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ പറയാം ഡിഫിക്കൾട്ടാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ മെയിൻ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, സോറി. ഞാൻ ട്യൂഷനൊന്നും പോയിട്ടില്ല. ഞാൻ അങ്ങനെ ഓൺലൈൻ ക്ലാസ്സൊക്കെ നമ്മൾ സാധാരണ എല്ലാവരും കാണുന്ന പോലെ തന്നെ കാണുന്നല്ലാണ്ട് മെയിൻലി സ്കൂളിൽ പോയി പഠിക്കുക എന്നുള്ളൊരു സംഭവമാണ്. എനിക്ക് ട്യൂഷൻ ഒന്നാമത് എനിക്ക് ഇഷ്ടമല്ല. കാരണം കുറേ സമയം അവിടെ പോകണം, പിന്നെ നമുക്കൊരു ലൈഫില്ല. അതുകൊണ്ട് ഞാൻ ട്യൂഷന് പോയിട്ടില്ല. അങ്ങനെ ട്യൂഷന് പോകേണ്ട ആവശ്യമില്ല എന്നേ ഞാൻ പറയുള്ളൂ. 10th ഞാൻ പറയില്ല ട്യൂഷന് പോകണമെന്ന്. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അത്രയും പോയാലേ പറ്റുന്നുണ്ടെങ്കിൽ പൊക്കോളും, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. അതിന് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും കിട്ടും. അപ്പോൾ അതും നല്ല സംഭവം തന്നെയാണ്. അത് നിങ്ങളുടെ ചോയ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ. പക്ഷേ കമ്പൽസറി ആയിട്ട് വേണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് തന്നെ പറയുള്ളൂ. ഇനിയും കുറേ ഡിഫിക്കൽട്ടി ഇത് കഴിഞ്ഞിട്ട് വരാനുണ്ട്. കാരണം +1 +2 ഒക്കെ ഇതിനും നല്ല ഡിഫിക്കൽട്ടായിരിക്കും എന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ ഇതും ഇത്രയും എന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിച്ചെടുക്കാൻ പറ്റും. എന്തായാലും നന്നായി പഠിച്ചാൽ ഫുൾ A+ കിട്ടാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ SSLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫുൾ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ മെയിൻലി 9th-കാരായിരിക്കും ഈ വീഡിയോ കാണുക എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ പറഞ്ഞത്. പിന്നെ എനിക്ക് താങ്ക് യു പറയാനുള്ളത് ഡയറ്റുകളോടാണ്. അതായത് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജില്ലകൾക്കും ഡയറ്റ് ഉണ്ട്. അതായത് എഡ്യൂക്കേഷൻ ഒരു സംഭവമാണ്. എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ ഓരോ ജില്ലയിലെയും ഡയറ്റുകൾ ഞങ്ങൾ പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ല, ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൻ്റെ കുറേ പുതിയ ക്വസ്റ്റ്യൻസ്, നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തന്നു. മാത്സ്, എല്ലാ സയൻസ്, എല്ലാത്തിലും ചാപ്റ്റർ വൈസ് സമ്മറി ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ നമുക്ക് തന്നു എന്നുള്ളത് ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. കാരണം ഡയറ്റ് പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കാരണം അത്രയും അവരുടെ ക്വസ്റ്റ്യൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ ചെയ്ത് പഠിച്ച കാരണം എന്തോ SCRT, ഡയറ്റ് ഇവരൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്ന കാരണം ഭയങ്കര ഹെൽപ്ഫുള്ളായി. പേഴ്സണലി എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർ നിങ്ങൾ 10th-ലാണെങ്കിൽ മേക്ക് ഷുവർ ടു സ്റ്റഡി റിയലി വെൽ. അതുപോലെ തന്നെ എൻജോയ് ചെയ്യുക മാക്സിമം സ്കൂൾ ലൈഫ്. ഇനി നിങ്ങൾ ആ സ്കൂളിൽ പോവില്ല എന്നൊക്കെ ആലോചിക്കുക അങ്ങനെ. അപ്പോൾ എൻ്റെയും ആ ഒരു സ്കൂളിലെ ലൈഫ് തീർന്നു. ഇനി ഞാനും പുതിയൊരു സ്ഥലത്തേക്കാണ് പോകാൻ പോണത്. അപ്പോൾ അതും എക്സൈറ്റഡ് ആണ്, എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ. എങ്ങനെയാണ് ഞാൻ പഠിച്ചത് എന്നൊക്കെ അറിയണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഡൗൺ ബിലോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇത്രയും വരെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. എന്തായാലും ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ, ഞാൻ എന്തായാലും ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇനി എന്താണ് അറിയേണ്ടത് എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ. എനിക്ക് നിങ്ങളുടെ കമൻറ്റ് വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.